ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 3 കിടിലൻ റെസിപ്പീസുമായിട്ടാണ്. ഈ ഒരു റമദാൻ ഇഫ്താറിൻ്റെ ടൈമിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇതല്ലേ വരാൻ പോകുന്നത്. എന്നേരം ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളിയായിട്ട് തോന്നും. വെറും 5-10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി എടുക്കാനും പറ്റും. കഴിക്കാനാണെങ്കിൽ അടിപൊളി ടേസ്റ്റിയാണ്. ഈ റെസിപ്പീസ് ഒന്നും ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഈ റെസിപ്പി നോക്കിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിക്കോ. മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. അപ്പോൾ ആദ്യത്തെ റെസിപ്പി റെഡിയാക്കാൻ വേണ്ടിക്ക് ഞാനിതാ നല്ല തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് വെള്ളം എന്നിട്ട് എടുത്തിട്ടുള്ളത് 250 ml കപ്പിൽ 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ജെല്ലി പൗഡറാണ്. ഇത് പൈനാപ്പിളിൻ്റെ ജെല്ലി പൗഡറാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജെല്ലി വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. പൈനാപ്പിളിൻ്റെ എന്താ പറയുക ടാങ്ക് പൊടി അല്ലാന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ ജ്യൂസിലെല്ലാം ചൈന ഗ്രാസോ ജെലാറ്റിനോ മെൽറ്റ് ആക്കിയിട്ട് ജെല്ലി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ, ചൈന ഗ്രാസ് വെച്ചിട്ട് അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പം ജെല്ലി ഉണ്ടായതുകൊണ്ട് ജെല്ലി പൗഡർ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല തിളച്ച വെള്ളത്തിൽ തന്നെ ജെല്ലി മിക്സാക്കി എടുക്കാൻ. ഞാനിതായത് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കലാണ്. നല്ല സ്ക്വയർ ടൈപ്പിൽ കട്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഈ ഒരു പാത്രത്തിൽ മെൽറ്റാക്കിയ പാത്രത്തിൽ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ട് സ്ക്വയർ ആക്കിയിട്ട് കട്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇത് ഫ്രീസറിൽ ഒരു 5-10 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ ജെല്ലിയായി കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് പൈനാപ്പിളാണ്. ഞാനിപ്പം ഫ്രഷ് പൈനാപ്പിളാണ് ഫ്രഷ് പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. ചെറിയ പീസാക്കി കട്ടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. പഞ്ചസാരയും ആ ഒരു പൈനാപ്പിളും കൂടി മിക്സായിട്ട് പൈനാപ്പിളൊന്ന് കുക്കാക്കി എടുക്കണം കേട്ടോ. ടിൻഡ് പൈനാപ്പിൾ ഉണ്ടാവില്ലേ, അത് സൂപ്പർ മാർക്കറ്റിലെല്ലാം അവൈലബിൾ ആണ്. ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് പൈനാപ്പിൾ ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. ഷുഗർ സിറപ്പിലിട്ടിട്ട് ഒന്ന് കുക്കാക്കി എടുക്കുക. ഇനിയിപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ പൈനാപ്പിൾ ജെല്ലി കുക്കായിട്ട് വന്നിട്ടുണ്ട്, സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അത് കട്ടാക്കി എടുക്കുക. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റം വന്നിട്ടാ ഈ ഒരു പൈനാപ്പിൾ സൂഫ്ലെ എന്ന് പറയുന്നത്. അടിപൊളിയാണ്. നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ കഴിച്ചു നോക്കേണ്ട റെസിപ്പി തന്നെയാണ്. പൈനാപ്പിൾ വെച്ചിട്ടാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത്. ഞാനിപ്പോൾ മൊത്തത്തിൽ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതുണ്ടില്ലേ, പെട്ടെന്ന് തന്നെ ജെല്ലിയായിട്ട് കിട്ടും കേട്ടോ. ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറെല്ലാം വെക്കേണ്ടി വരും. ഫ്രീസറിലാകുമ്പം പെട്ടെന്ന് ജെല്ലിയായിട്ട് കിട്ടും. ഇത് ഏത് ഷേപ്പിലും ആണെന്നുണ്ടെങ്കിലും കുഞ്ഞായിട്ട് കട്ടാക്കണമെങ്കിൽ അങ്ങനെ കട്ടാക്കി എടുക്കാം. അപ്പോഴേക്കും നമ്മുടെ പൈനാപ്പിൾ എല്ലാം ഞാൻ കുക്കാക്കി എടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ പച്ച പൈനാപ്പിൾ ഇട്ട് കൊടുക്കുമ്പോഴേ കയ്പ്പ് ടേസ്റ്റ് ആവും കേട്ടോ. പൈനാപ്പിൾ കുക്ക് ചെയ്തിട്ട് മാത്രം ഇട്ട് കൊടുക്കാം. കുറച്ച് പൈനാപ്പിൾ മാത്രം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്കില്ലേ ഫ്രഷ് ക്രീം 1.5 കപ്പ് ഫ്രഷ് ക്രീമും 1/2 കപ്പ് മിൽക്ക് മെയ്ഡും. നിങ്ങൾ മധുരത്തിന് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും മാത്രം മതി കേട്ടോ, പിന്നെ വേറെ ഒന്നും വേണ്ട. ഫ്രഷ് ക്രീമും ഈ ഒരു മിൽക്ക് മെയ്ഡും കണ്ടൻസ്ഡ് മിൽക്കില്ലേ എന്തായാലും നിർബന്ധമാണ്. ഇതുണ്ടെങ്കിൽ മാത്രമേ ഇതിന് അത്രയും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സാക്കി എടുക്കുക. സത്യം പറഞ്ഞാൽ ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കൊതിയാകുന്നുണ്ട് കേട്ടോ, അത്രയും ടേസ്റ്റ് ഉണ്ട്. ഞാനിത് ആ ഒരു പുഡിംഗ് ട്രേയിൽ മൊത്തത്തിൽ കുറച്ചുകൂടി ആ ഒരു ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഫുള്ളായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. അത്രയേ ഉള്ളൂ. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇനിയിപ്പോൾ ഇതിന് മുകളിലായിട്ടില്ലേ കുറച്ച് പൈനാപ്പിൾ കട്ടാക്കിയതും ആ ഒരു ജെല്ലി പൈനാപ്പിൾ ജെല്ലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളില്ലേ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് മാത്രമാണ്, നമ്മൾ റോ ആയിട്ടില്ല പച്ച പൈനാപ്പിൾ എടുക്കാണ്ടിരിക്കുക. പച്ച പൈനാപ്പിളാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഒന്ന് കുക്കാക്കിയിട്ട് ഷുഗർ സിറപ്പിലിട്ടിട്ട് ഒന്ന് കുക്കാക്കിയിട്ട് പൈനാപ്പിൾ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ ജെല്ലിയും കൂടി മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. ഒരു 5-10 മിനിറ്റ് കൊണ്ട് ആ ഒരു ജെല്ലി ഉണ്ടാകേണ്ട ടൈം വേണ്ടു. അത്ര ഈസിയാണ്. ഈ റമദാൻ്റെ ടൈമിൽ അല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം വരാൻ പോകുന്നത്. ഇതിൻ്റെ എല്ലാം ടൈം മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വിരുന്നാരെല്ലാം ഞെട്ടിക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അത്ര അടിപൊളി ടേസ്റ്റിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കാം. ഉണ്ടാക്കാൻ എളുപ്പമല്ലേ. അപ്പോൾ സെർവ് ചെയ്തിട്ടും കൂടി ഞാൻ കാണിക്കാം. ഈ ഒരു ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും അല്ലെങ്കിൽ തന്നെ എന്തിൻ്റെ കൂടെ ഇട്ടുകഴിഞ്ഞാലും അടിപൊളി ടേസ്റ്റ് അല്ലേ. അപ്പോൾ പൈനാപ്പിളിൻ്റെ കൂടെ പൈനാപ്പിളിൻ്റെയും കൂടി ആകുമ്പം അടിപൊളിയായിരിക്കും. പിന്നെ പൈനാപ്പിൾ കുക്ക് ചെയ്യണമെന്ന് മാത്രം. ഇനിയിപ്പം അടുത്ത റെസിപ്പി റെഡിയാക്കാം. അടുത്ത പുഡിങ് റെഡിയാക്കാൻ വേണ്ടിക്കില്ലേ ഞാൻ എടുത്തിട്ടുള്ളത് 50 ഗ്രാം ബട്ടറാണ്. ഇനി ഇതിലേക്കില്ലേ 2 കപ്പ് പാൽ വെച്ച് കൊടുക്കുക. 250 ml കപ്പിൽ 2 കപ്പാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കുക. ഫ്രഷ് ക്രീം എന്തായാലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്കില്ലേ ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മിൽക്ക് മെയ്ഡും പഞ്ചസാരയെല്ലാം ചേർത്ത് കൊടുക്കുക. 3 ഡ്രോപ്സോളം വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക.
എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു ഐറ്റംസ് എല്ലാം ചേർത്താൽ മാത്രമേ നമ്മൾ പുഡിങ്ങിന് അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ ഞാൻ ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്. ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് നല്ല തിളച്ച വെള്ളത്തിൽ മെൽറ്റാക്കി എടുക്കലാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ചൂടാക്കി എടുക്കുക കേട്ടോ, തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ ചൈന ഗ്രാസ് എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് പറയാത്ത. ചൈന ഗ്രാസ് നല്ലോണം മെൽറ്റാക്കി എടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക ജലാറ്റിൻ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ ആ ഒരു പാലിൻ്റെ മിക്സ് നല്ലോണം തിളപ്പിച്ചെടുക്കലാണ്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മെൽറ്റാക്കി വെച്ച ആ ഒരു ചൈന ഗ്രാസിൻ്റെ മിക്സില്ലേ അതും കൂടി ഒഴിച്ചിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കാം. ഇതും ഏറ്റവും സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് ഇഫ്താറിൻ്റെ ടൈമിലെല്ലാന്നുണ്ടെങ്കിൽ ഈദിൻ്റെ ടൈമെല്ലാം എളുപ്പത്തിൽ എന്താ ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള റെസിപ്പീസാണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ ഇതാ ചൈന ഗ്രാസും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ലേ, എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കലാണ്. അപ്പം നിങ്ങൾ പുഡിങ് കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചൈന ഗ്രാസിൻ്റെ അളവും പാലിൻ്റെ അളവും ഫ്രഷ് ക്രീമിൻ്റെ അളവെല്ലാം കൂട്ടി കുറച്ച് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം തിളച്ച് വന്നു കഴിഞ്ഞാൽ പുഡിങ് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇത് ഫ്രീസറിൽ വെച്ച് കൊടുക്കലാണ്. 1 മണിക്കൂർ കൊണ്ട് തന്നെ സെറ്റായി കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്കില്ലേ സ്ട്രോബെറി ജെല്ലി മിക്സ് ആക്കി കൊടുക്കലാണ്. നമ്മൾ നേരത്തെ പൈനാപ്പിൾ ജെല്ലി മിക്സ് ആക്കിയിട്ടില്ല, അതുപോലെ തന്നെയാണ് 1.5 കപ്പ് തിളച്ച വെള്ളത്തിലേക്ക് സ്ട്രോബെറി ജെല്ലി പൗഡർ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. നമ്മൾ പുഡിങ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലേ അത് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂറോ 1 മണിക്കൂർ കൊണ്ട് തന്നെ സെറ്റായി കിട്ടും. ഇനി അതിന് മുകളിലേക്ക് നമ്മൾ അനാറാന്ന് കട്ടാക്കിയിട്ടിട്ട് എന്താ പറയുക അനാറാന്ന് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ ആ ഒരു ജെല്ലിയില്ലേ ഞാൻ ഇതുപോലെ ഒഴിച്ച് കൊടുക്കലാണ്. നല്ല ചൂടോടെ തന്നെ ഒഴിച്ച് കൊടുക്കലാണ്. ഇനി ഇത് നമുക്ക് ഫ്രീസറിൽ ഒരു അരമണിക്കൂർ വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ജെല്ലി റെഡിയാവും കേട്ടോ. ജെല്ലി പുഡിങ് റെഡിയാവും. നിങ്ങൾ ഫ്രിഡ്ജിലാണ് വെക്കുന്നുണ്ടെങ്കിലേ ഒരു 2 മണിക്കൂറോളം വെച്ച് കൊടുക്കേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രീസറിലാവുമ്പോൾ പെട്ടെന്ന് സെറ്റായിട്ട് കിട്ടും കേട്ടോ. അടിപൊളി ടേസ്റ്റിയാണ്. കാണാൻ തന്നെ നല്ല മൊഞ്ചില്ലേ. ഇത് കട്ട് ചെയ്തിട്ട് കാണാൻ അടിപൊളിയാണ്. അതുപോലെ പാർട്ടി ഉണ്ടാവുമ്പം അല്ലാന്നുണ്ടെങ്കിൽ ഈദിൻ്റെ ടൈം ഇഫ്താറിൻ്റെ ടൈമെല്ലാം കുട്ടികൾക്കും എല്ലാവർക്കും ഗസ്റ്റിനെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളിയായിട്ടില്ലേ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇനിയിപ്പോൾ അടുത്തത് കാണിക്കാം. അടുത്തത് ഏകദേശം എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും, എന്നാലും എൻ്റെ ഫേവറേറ്റ് റെസിപ്പി ആയതുകൊണ്ട് നിങ്ങൾക്ക് ഷെയർ ആക്കുന്നതാണ് കേട്ടോ. ഇത് ഇളനീർ വെച്ചിട്ടും ചെയ്യാം, തേങ്ങ വെച്ചിട്ടും ചെയ്യാം. എൻ്റെ കയ്യിൽ ഇളനീറില്ല, അതുകൊണ്ട് ഞാൻ തേങ്ങ വെച്ചിട്ടാണ് ചെയ്യുന്നത്. തേങ്ങ വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ എടുക്കാം. അതിൽ തേങ്ങ വെള്ളം വേണം കേട്ടോ. ഞാനിപ്പോൾ 2 എന്താ പറയുക തേങ്ങൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 10 ഗ്രാം ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോണം തിളപ്പിച്ചിട്ടില്ലേ ചൈന ഗ്രാസ് മെൽറ്റാക്കി എടുക്കുക. അതിലെല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ. ഇനിയിപ്പോൾ 2 തേങ്ങ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കുക. 1.5 കപ്പോ 1 കപ്പോ എന്തായാലും ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്കില്ലേ ആവശ്യത്തിന് മധുരത്തിന് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാരയും പാൽപ്പൊടിയായാലും കുഴപ്പമില്ല കേട്ടോ. മിൽക്ക് മെയ്ഡ് ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് എത്ര ലൂസ് വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് നമുക്ക് പുഡിങ്ങിൻ്റെ രീതിയിൽ ചെയ്തെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡ്രിങ്ക് എന്ന രീതിയിലും ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഒരു ഡ്രിങ്ക് ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഞാനിതാ ചൈന ഗ്രാസ് നല്ലോണം അലിയിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തേങ്ങാപ്പാലില്ലേ അത് നല്ലോണം ആ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കസ്കസ് കുതിർത്തിട്ട് ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക ചൈന ഗ്രാസ് ചൂടാക്കി എടുത്തിട്ടില്ലേ അത് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കണം. ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ നല്ലോണം സെറ്റായിട്ട് കിട്ടും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ തേങ്ങാപ്പാലിൽ ചൈന ഗ്രാസ് മെൽറ്റാക്കി എടുത്തിട്ടുണ്ടായിന് നല്ല ഹൈ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുത്തിട്ട് അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തതാണ് കേട്ടോ. ഇത് ഫ്രീസറിൽ ഒരു എന്താ പറയുക 5-10 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ ഇത് ഇതുപോലെ നല്ല ജെല്ലി ആയിട്ട് കിട്ടും. ഇനി ഇത് കട്ട് ചെയ്തിട്ട് ഈ ഡ്രിങ്കിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇതിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ തേങ്ങാപ്പാലിലും ചൈന ഗ്രാസ് ഒഴിച്ചിട്ട് നമുക്ക് പുഡിങ്ങിൻ്റെ ടെക്സ്ചറിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതെല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. ഇന്നെന്തായാലും ഈ ഒരു ഡ്രിങ്ക് കുടിക്കാൻ കൊതിയായതുകൊണ്ട് ഞാൻ എന്തായാലും ഉണ്ടാക്കിയതാണ്. കാര്യം ഉണ്ടാക്കാൻ വിചാരിച്ചാലും ഇളനീറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫ്രഷ് തേങ്ങ ഉണ്ട്, തേങ്ങാപ്പാലിൽ ചെയ്തെടുത്താലും അടിപൊളി ടേസ്റ്റാണ്. ഇത് പുഡിങ്ങായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനിതാ ഞാനിത് പുഡിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കലാണ്. ഇത് പുഡിങ്ങായിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ 10-15 ഗ്രാം ജലാറ്റിന് ആ തേങ്ങാപ്പാലിലും കൂടി മെൽറ്റാക്കിയിട്ട് അരച്ചിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഫ്രീസറിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റായിട്ട് കിട്ടും കേട്ടോ. ഇതിപ്പം ഡ്രിങ്കിൻ്റെ രീതിയിലാണ് ഞാൻ ചെയ്തെടുത്തത്. ഇത് 3 മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. ഇതിൽ 3-ൽ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ആ ഒരു പൈനാപ്പിൾ സൂഫ്ലേ ആണ്. അത് കഴിഞ്ഞിട്ട് ഇത്, പിന്നെ മറ്റേ ആ ഒരു
ജെല്ലി. മൂന്നും അടിപൊളി തന്നെയാണ്. പക്ഷെ എനിക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. എന്നാലും നിങ്ങൾ ഓരോ ദിവസം ഓരോന്ന് ട്രൈ ആക്കി നോക്കാം. പിന്നെന്താ, എൻ്റെ ഇതുവരെയുള്ള വീഡിയോസിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല നല്ല കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിന്. റമദാൻ ഡേ വ്ളോഗ് എന്താ കാണാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിന്. 2 ദിവസം ഇഫ്താർ പാർട്ടിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിന് കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇല്ലാത്ത. ഇൻഷാ അല്ലാ നാളെ മുതൽ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. ബൈ.